Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. To be very honest, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ ബിഗ് ബോസിൽ പോവാമെന്ന് വിചാരിച്ചാണ്. അപ്പം എൻ്റെ ഫോട്ടോൻ്റെ താഴെയോ അല്ലെങ്കിൽ വീഡിയോസിൻ്റെ താഴെയൊക്കെ വരുന്ന കമൻസിനൊക്കെ ഞാൻ ഇരുന്ന് റിപ്ലൈ ചെയ്യുമായിരുന്നു. തിരിച്ച് ഞാൻ നല്ല അടിപൊളിയായിട്ട് എനിക്ക് മനസ്സിൽ വരുന്ന റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. എന്തൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അത് പിന്നെ റിയലൈസ് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തിനാണ്. അപ്പൊ ഇവരുടെ റെസ്പോൺസ് ആക്കുമ്പോൾ എനിക്ക് മനസ്സിലായി there are a lot of people who are probably calling them same way every day. അവര് പറഞ്ഞു ഓക്കെ വാങ്ങമ്മ വാങ്ങ പറയല്ലേ നീങ്ക വാങ്ങ ഇതാ പറയണേ അവര്. ഐ എം someone who doesn't like makeup. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് വന്ന് ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. വൈ ആർ യു സോ ഓപ്പൺ? ആർ യു നോട്ട് സ്കെയർഡ്? എല്ലാരും ചോദിക്കണ ഇതാണ്. സ്കെയർഡ്, പേടിയില്ലേ? ഇമേജ് കോൺഷ്യസ് ആവുന്നില്ല. ഇമേജ് കോൺഷ്യസ്. ഇത് കൺഫ്യൂഷൻ വരില്ലേ? കാഞ്ചീപുരം, കാഞ്ചീവരം. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, സ്ഥലത്തിന്റെ പേര് കാഞ്ചീപുരം എന്നാണ്, ഇത് കാഞ്ചീവരം എന്നാണ്. അപ്പൊ എത്രയൊക്കെ ഫൈറ്റ് ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവര് തിരിച്ച് അവരുടെ അടുത്ത് തന്നെ വരും ഫോർ ഈച്ച് അതർ. സോ അതൊക്കെ ഇറ്റ്സ് നൈസ്, ഇറ്റ് ഫീൽസ് ഗുഡ് to share the whole life with someone. I don't care what people think about me. എന്നെ അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ അറിയുന്നവർ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എനിക്കത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം അതിൻ്റെ പുറത്താണ്. ബട്ട് ഐ എം ഇൻ എ വെരി ഹാപ്പി സ്പേസ് റൈറ്റ് നൗ. കമ്മിങ് ടു ബിഗ് ബോസ്, അതൊരു വലിയ ഡെസിഷൻ ആയിരുന്നു അവര് ലൈക്ക് ഇങ്ങനെ ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അതിനകത്ത് ചെന്ന് കഴിഞ്ഞാലുള്ള പെരൽസ് എന്താണെന്ന്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഇറ്റ് വാസ് ആൻ ഈസി ഡെസിഷൻ ഫോർ യു? ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ ബിഗ് ബോസിൽ പോവാമെന്ന് വിചാരിച്ചാണ്. ദ റീസൺ ഈസ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് 2019 എനിക്ക് 2019 എൻഡിലാണ് എനിക്ക് ബിഗ് ബോസിലേക്കുള്ള സെലക്ഷൻ കിട്ടുന്നത്. 2020 ജാനിലാണ് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ബിഗ് ബോസ് ഗോയിങ് ഓൺ എയർ. 2018 അച്ഛൻ മരിക്കുന്നത്. വാട്ട് ഹാപ്പൻഡ് ഇസ്, അതുവരെയും എനിക്ക് ബഡായി ബംഗ്ലാവ് ഷോ ഉണ്ടായിരുന്നു. ഐ വാസ് ഡൂയിങ് അതർ ഷോസ് ഓൾസോ ഇൻ അതർ ചാനൽസ്. ഐ വാസ് ഓൾസോ ഡൂയിങ് ഷോ ഇൻ മഴവിൽ മനോരമ. ബഡായി ബംഗ്ലാവ് അതിനൊക്കെ ഒത്തിരി മുന്നേ നിർത്തി. എനിക്ക് കറക്റ്റ് ഇയർ ഓർമ്മയില്ല. അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഷോസ് വാസ് ഇൻ സീ കേരളം ആൻഡ് മഴവിൽ മനോരമ. സോ ഈ ഷോസ് എന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയ കാശും അല്ലെങ്കിൽ ഞാൻ അത്രയും നാള് സേവ് ചെയ്ത പൈസ ഫുള്ള് അച്ഛൻ കുറേ നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആൻഡ് ഹി വാസ് ഇൻ എ വെരി ക്രിട്ടിക്കൽ കണ്ടീഷൻ. സോ എൻ്റെ അച്ഛൻ്റെ സേവിങ്സും, അച്ഛൻ ഓൾസോ ഹാഡ് സേവ്ഡ് സം മണി ഫോർ മൈ സിസ്റ്റേഴ്സ് വെഡ്ഡിങ്, അതും ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയും അല്ലാതെ കടം മേടിച്ച കുറച്ച് പൈസ, ഇതെല്ലാം ഇറ്റ് വെൻറ്റ് ഇൻ ടു ദ ഹോസ്പിറ്റൽ എക്സ്പെൻസസ്. ആൻഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലേക്കുള്ള ഓഫർ വരുന്ന സമയത്ത് എനിക്കൊരു വർക്കും ഇല്ലായിരുന്നു. ആസ് ഇൻ ഞാൻ ടെലിവിഷൻ ഷോസ് ഒന്നും ആ സമയത്ത് ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ചെയ്ത ഷോസ് എല്ലാം തീർന്നു, വൈൻഡപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒരു വർക്ക് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ബിഗ് ബോസ് എന്നുള്ള ഓഫർ വരുന്നത്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒരു നല്ല ഓഫർ ആയിരുന്നു, ടു ബി വെരി ഓണസ്റ്റ്. ഫൈനാൻഷ്യലി ഇറ്റ് വാസ് എ വെരി ഗുഡ് ഓഫർ അന്ന് എനിക്ക് വന്നത്. അപ്പം അതുകൊണ്ട് ഐ തോട്ട് ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ കമ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ ആര്യ, അച്ഛൻ മരിച്ച സമയമാണ്, ഇപ്പം മെന്റലി വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു സമയത്താണ് ഇങ്ങനെ ഒരു എൻവയറമെന്റിലേക്ക് പോകുന്നത്. അപ്പൊ അത് താങ്ങാന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ബട്ട് യു സംഹൗ, അതായത് ഞാൻ എൻട്രി ചെയ്യുന്നത് സെക്കൻഡ് സീസണിലാണ്, സീസൺ 2. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ 1 ആണ്. ശരിക്കും പറഞ്ഞാൽ സീസൺ 1 വാസ് നോട്ട് ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയ സീസൺ അല്ല. ടുവേർഡ്സ് ദി എൻഡ് ഒക്കെയാണ് ആ സീസൺ അതായത് 2 പേര് മാത്രം ഫൈനൽസിൽ വന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയപ്പോഴാണ് അവിടെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ സീസൺ ആയിട്ട് അത് മാറിയത്. അതിന് റീസണും ഉണ്ട്. പീപ്പിൾ ഡിഡ്ന്റ് നോ ദിസ് ഷോ. ദിസ് വാസ് ടോട്ടലി ന്യൂ ആൻഡ് ഫ്രഷ് ഫോർ ദ മലയാളി ഓഡിയൻസ്. അപ്പുറത്തെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അത്
മലയാളികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണത്. അത് മാത്രം കാണിക്കുന്ന ഒരു ഷോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ഓഡിയൻസ് ലെവൽ കൂടുകയുള്ളൂ. അതെ, പക്ഷെ അതാണ് ഫസ്റ്റ് സീസൺ വാസ് വെരി ന്യൂ ടു എവറിബഡി. ആർക്കും മനസ്സിലാവുന്നില്ല. മെയിൻലി ഇതിനകത്തൊരു വലിയ ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത് ഇസ് ഫ്രം സീസൺ 2. അതായത് യൂട്യൂബേഴ്സ് ഇതിന്ന് കണ്ടന്റ്സ് ഉണ്ടാക്കുന്നു. ഇതൊരു വലിയ കണ്ടന്റ് മേഖലയാണെന്ന് ആൾക്കാർ റിയലൈസ് ചെയ്യുന്നത് ഇസ് ഫ്രം സീസൺ 2 ഓൺവേർഡ്. സീസൺ 1 പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് എനി ഐഡിയ വാട്ട് ഇസ് ഇറ്റ്. യു വെന്റ് ഇൻ കറക്റ്റ് ആ സീസണിലാണ് ഞാൻ കൊണ്ട് തല വെച്ചതും. സോ പിന്നെ ഇതിന്റെ ബിഹൈൻഡ് ദ ബാക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മുടെ വിചാരം ഇതിനകത്ത് നമ്മൾ എന്ത് കാണിക്കുന്നു അതേപോലെ കാണിക്കുന്നു പുറത്ത് എന്നൊരു വലിയ തെറ്റിദ്ധാരണയിലാണ് ഞാൻ ഈ ഷോയിൽ കൊണ്ട് തലവെക്കുന്നത്. Only once you were a part of this show, now that you realize it is not how it is. കാണിക്കണ വേറെ ആവാം because of editing and all that. Exactly, editing plays a huge role in this show എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുന്നത് when I became a part of the show. ഞാൻ കുറ്റം പറയുന്നില്ല, ഇതൊരു ഷോ ആണ്. At the end of the day, this is a show. എന്തൊക്കെ പറഞ്ഞാലും 75 ദിവസം യു ബീൻ ഇൻ ദാറ്റ് ഹൗസ്. എവിടെയെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കും ആര്യ, പേഴ്സണലി സ്പീക്കിംഗ്. ഞാൻ ലോസസിനെ കുറിച്ചല്ല പറയുന്നത്, ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പേഴ്സണലി നമുക്കൊരു മാറ്റം ഉണ്ടാവും. കുറേയൊക്കെ ഇൻട്രോസ്പെക്ഷൻ ഒരു അവസരം നൽകുന്ന ഒരു ഷോ കൂടിയാണ്. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ഒബ്സർവ്ഡ് അബൌട്ട് യുവർസെൽഫ്? I think I have learned to be patient. I mean, ഇത്രയും പേഷ്യൻസ് ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തത്, ടു ബി വെരി ഓണസ്റ്റ്, ഇറ്റ് ഇസ് ആഫ്റ്റർ ദ ഷോ. ഐ ഡിഡ്ന്റ് നോ. എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇത്രയും. എനിക്ക് സത്യം പറയാം, there are times when I very badly wanted to break. അതായത് അതിപ്പം ഒരു ഔട്ട് ഓഫ് ഒരു ആങ്കർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വിഷമം വന്നിട്ടാണെങ്കിലും there are times when I really wanted to scream out loud. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. പിടിച്ചു നിന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സീക്ക് ചെയ്യുന്നത് ഫ്രം അവർ പീപ്പിൾ. അവർ പീപ്പിൾ ആ വീട്ടിനകത്ത് ഇല്ല. നമുക്ക് ഒന്നുമില്ല, എല്ലാവരും കോമ്പറ്റീറ്റേഴ്സ് ആണ്. ആൻഡ് മോഹൻലാൽ സർ ആ ഷോനെ പറ്റി പറയുന്നത് ദിസ് ഇസ് എ പ്രഷർ കുക്കർ എന്നുള്ളതാണ്. ആ പ്രഷർ കുക്കർ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് I am actually happy that I survived. ഞാനിപ്പോൾ അതിനകത്ത് 100 days ഞാൻ നിന്നിരുന്നെങ്കിലും I would have been winner അല്ല, ബട്ട് ആ 100 days ഞാൻ സർവൈവ് ചെയ്തു എന്ന് പറയുന്നത് ഫോർ മീ ഇറ്റ്സ് എ ഹ്യൂജ് അച്ചീവ്മെന്റ്. ബിക്കോസ് അങ്ങനത്തെ പ്രഷർ പോയിന്റ്സിലൊക്കെ നമ്മൾ എത്തും ചില സമയത്ത്. അതിനൊക്കെ നമ്മൾ വേറെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ല അതിനകത്ത്. യു ഡോണ്ട് ഹാവ് എ TV ടു ഡിസ്ട്രാക്ട് യുവർ സെൽഫ്. യു ഡോണ്ട് ഹാവ് എ മൊബൈൽ ഫോൺ ടു ഡിസ്ട്രാക്ട് യുവർ സെൽഫ്. യു കനോട്ട് സ്ലീപ്പ്. നമ്മൾ ഉറങ്ങണം, നമ്മളിങ്ങനെ തൂങ്ങിയിരിക്കും, ഈശ്വര ഉറങ്ങിയാൽ മതി, ബട്ട് യു കനോട്ട് സ്ലീപ്പ്. ഇതിനൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്തു എന്ന് പറയുന്നത് ഫോർ മീ ഇറ്റ്സ് ഹ്യൂജ് ചേച്ചി. I am very proud of myself that I survived 75. I am proud of everybody who has even survived 1 week in the house. അതിനുശേഷം കാഞ്ചീപുരം തുടങ്ങുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ലൈഫ് ലെസൺ ആയിരിക്കാം. ഈ നമുക്ക് എപ്പോഴും മീഡിയ ഇൻഡസ്ട്രിയിൽ നമുക്ക് എപ്പോഴും ഒരു ഷോ ഉണ്ടാവണം എന്നോ നമുക്കൊരു വരുമാനം ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ബി എപ്പോഴും ഉണ്ടായിരിക്കണം. സംതിങ് വൈ വി ക്യാൻ ഇൻവെസ്റ്റ് അവർ എനർജി ആൻഡ് ടൈം ആൻഡ് സീ ഇറ്റ് ഗ്രോ. കാഞ്ചീപുരം എന്നൊരു ബ്രാൻഡ് ഡിസൈൻ ചെയ്തപ്പോഴും ആ പേര് തന്നെ അതൊരു യൂണിവേഴ്സൽ നെയിമാണ്. അപ്പം ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവൂലേ, ആരും ഒന്നും ചോദ്യം ചെയ്യൂലേ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദ റെക്കോർഡ്? ടു ബി വെരി ഓണസ്റ്റ്, നമ്മൾ ഇത് പേരിടുന്ന സമയത്ത് ഈ ബ്രാൻഡിന് വി വർ തിങ്കിങ് ലൈക്ക് ഓക്കെ എന്ത് പേരിടും. കുറേ പേരുകൾ നമ്മൾ ഈ ഇപ്പൊ സിൽക്കുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ സാരിയുമായിട്ട് കണക്ട് ചെയ്ത് കുറേ നെയിംസ് വന്നു. നല്ല നെയിംസ് ഉണ്ടായിരുന്നു അതിൽ, കുറേ ഉണ്ടായിരുന്നു. വെരി കാച്ചി നെയിംസ് ഓൾസോ. For some reason, I am someone who always follows my heart and my intuitions. അത് ചിലപ്പോൾ അതെൻ്റെ വലിയ കുഴിയിലൊക്കെ കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും എൻ്റെ ഹാർട്ട് വാസ് സ്റ്റക്ക് ഇൻ ദിസ് നെയിം. ദിസ് നെയിം വാസ് സ്റ്റക്ക് ഇൻ മൈ ഹെഡ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് കുറേ പേരുകളൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചു ഇത് കാഞ്ചീപുരം, ഇത് കൺഫ്യൂഷൻ വരില്ലേ, കാഞ്ചീപുരം, കാഞ്ചീവരം.
ഇങ്ങനെയൊക്കെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവില്ലേ, പിന്നെ ഇത് സ്ഥലത്തിന്റെ പേരല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, സ്ഥലത്തിന്റെ പേര് കാഞ്ചീപുരം എന്നാണ്, ഇത് കാഞ്ചീവരം എന്നാണ്. എന്നാലും എല്ലാവരും അതിനിങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ്, ദിസ് ഇസ് ദ നെയിം ഓഫ് മൈ ബ്രാൻഡ്, കാഞ്ചീവരം, അത് മതി എനിക്കത്. ഐ വാസ് വെരി അഡമന്റ്. ആൻഡ് ഞാനിത് ട്രേഡ് മാർക്കിന് നമ്മൾ കൊടുക്കുമ്പോഴും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഇത് കിട്ടും. ബട്ട് വി ആക്ച്വലി ഗോട്ട് ദ നെയിം. ദാറ്റ് നെയിം ഇസ് അവേഴ്സ് നൗ. കാഞ്ചീവരമിന് നമുക്ക് ട്രേഡ് മാർക്ക് ഉണ്ട്, ആ പേര് നമ്മൾ ട്രേഡ് മാർക്ക് എടുത്ത് കഴിഞ്ഞു. വി ഗോട്ട് ദാറ്റ് നെയിം ഓൾറെഡി. പിന്നെ ഇൻസ്റ്റയിൽ നമുക്ക് കാഞ്ചീവരം വേറെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് kanjivaram.in, it's kanjivaram.in എന്നിട്ടത്. ദാറ്റ് നെയിം ഓൾസോ വി have it as our own now. That's what, again, the question I was asking you is like, നമ്മൾ ഇങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല. അപ്പോൾ ആ സമയത്താണല്ലോ ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് എന്നോട് നേരത്തെ പറഞ്ഞു കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ടാണ് ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങുന്നത്. ആ ധൈര്യം എങ്ങനെ വന്നു? ആൻഡ് അതൊരു വലിയ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. എക്സാക്ട്ലി. എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു ഞാൻ. ഐ വാണ്ടഡ് ടു ഡു സംതിങ് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ആൻഡ് എവിടെയോക്കെയോ ഈ കാഞ്ചീപുരം പട്ടുസാരികളോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് അപ്പൊ ആ സമയത്ത് ഐ വാസ് ഇൻ റിലേഷൻഷിപ്പ്, ഒരു പ്രീവിയസ് സീരിയസ് റിലേഷൻഷിപ്പ്, സെയിം റിലേഷൻഷിപ്പ് ഐ മെൻഷൻഡ് ഇൻ ബിഗ് ബോസ്. സോ ഹീ വാസ് വിത്ത് മീ ദെൻ. ആൻഡ് ആളോടാണ് ഞാൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, തുടങ്ങിയാൽ കൊള്ളാം എന്നുണ്ട്. ആൻഡ് എനിക്ക് തുടക്കത്തിൽ സ്റ്റോർ ഒന്നും വേണ്ട, ഐ എം തിങ്കിങ് ടു ഡു ദിസ് ഓൺലൈൻ ഇനിഷ്യലി. അപ്പൊ ഹീ സെഡ്, ഒറ്റ കാര്യം എന്നോട് പറഞ്ഞോളൂ, ഇഫ് യു കീപ് തിങ്കിങ് യു വിൽ ഓൺലി കീപ് തിങ്കിങ്, വൈ ഡോണ്ട് വി ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് that kind of money right now. അപ്പോൾ he said you are planning to start it online. Online ഇപ്പോൾ ഒരു ബ്രാൻഡ് തുടങ്ങുകയാണ്. How many sarees would you need? Say like can you start with around 10 sarees? ഞാൻ പറഞ്ഞു I can try. നമുക്ക് ട്രൈ ചെയ്യാം. He said okay, book the tickets for tomorrow എന്ന് പറഞ്ഞു. I was like what? Yeah, you book the tickets. I'm coming with you. Do you have ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ വീവേഴ്സിനെ? ഞാൻ പറഞ്ഞു ഇല്ല. He said you have time until today evening. ഗെറ്റ് എ ഗുഡ് വീവർ, എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. അങ്ങനെ ഞാൻ ഇരുന്ന് ഗൂഗിളൊക്കെ ചെയ്ത് കുറേ പേരെ വിളിച്ചു, സംസാരിച്ചു, വീവേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. ഇതാണ് എൻ്റെ പ്ലാൻ. ഐ എം ടെല്ലിങ്, എനിക്കിത് എങ്ങനെ ചെയ്യണം എന്നറിയില്ല. ഫോൺ എടുക്കണവരുടെ അടുത്തൊക്കെ ഞാൻ ഇതാ പറയണേ, എനിക്കിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം, നിങ്ങൾ വീവർ ആണല്ലോ, എനിക്ക് കുറച്ച് സാരി വേണം, എനിക്ക് ഓൺലൈൻ തുടങ്ങാനാണ് എന്നൊക്കെ ഞാൻ എല്ലാവരോടും കഥ പറയാ. അപ്പൊ ഇവരുടെ റെസ്പോൺസ് ആക്കുമ്പോൾ എനിക്ക് മനസ്സിലായി there are a lot of people who are probably calling them സെയിം വേ എവറി ഡേ. അവർ പറഞ്ഞു ഓക്കെ വാങ്ങമ്മ, വാങ്ങ പറയല്ലേ, നീങ്ക വാങ്ങ, ഇതാ പറയണേ അവര്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേത്തെ ടിക്കറ്റ് എടുത്തു. സോ ഹീ വാസ് ദ വൺ, ഐ ഹാവ് ടു ഗിവ് ദ ക്രെഡിറ്റ് ടു ഹിം. ഹീ ഈസ് ദ വൺ ഹു ഗേവ് മീ ദാറ്റ് പുഷ്. അങ്ങനെ എനിക്കൊരു പുഷ് തരാൻ അന്ന് അയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു നമുക്ക് കിട്ടിയൊരു ധൈര്യം ഉണ്ടല്ലോ, ദാറ്റ് യു ഡു ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. 10 സാരിയല്ലേ, 10 സാരിക്ക് വലിയ പൈസ ഒന്നുമില്ല, അതിനുള്ള പൈസയൊക്കെ യു ഹാവ്, യു ഡു ഇറ്റ്. 10 സാരി കൊണ്ടുവന്നിട്ട് നോക്ക്. സക്സസ് എന്താണ് ഇതിനകത്തെ സക്സസ് ട്രിക്ക് എന്താണ്? വാട്ട് ഇഫ് യു വാണ്ട് ടു ഗിവ് എൻ അഡ്വൈസ് ടു സംബഡി ഇതുപോലെ തന്നെ നോട്ട് ലോട്ട്സ് ഓഫ് ക്യാഷ്, വാണ്ട് ടു സ്റ്റാർട്ട് എ സ്മോൾ ബിസിനസ്, വാട്ട് ഈസ് അഡ്വൈസ് യു വിൽ ഗിവ് ദം? എന്തായിരിക്കും? സ്റ്റാർട്ട് ഇറ്റ് സ്മോൾ. പിന്നെ നമ്മൾ ആദ്യമേ ഭയങ്കര വലുതായിട്ടൊക്കെ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. യു സ്റ്റാർട്ട് ഇറ്റ് വെരി സ്മോൾ, ചെറുതായിട്ട് ടേക്ക് ബേബി സ്റ്റെപ്സ്. ആദ്യമേ നമ്മൾ ഒരു 2 അടി കാലപ്പുറത്തെടുത്ത് വെച്ച് അങ്ങ് ക്രോസ് ചെയ്യാൻ നിന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ പോവില്ല. ബേബി സ്റ്റെപ്സ് എടുത്ത് പോകുന്നതാണ് എപ്പോഴും സേഫ്. ഇനിഷ്യലി ഇപ്പം ഞാൻ പറയാ, ഇപ്പോൾ കയ്യിലുണ്ടായിരുന്ന കാശ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ വലിയ കടയായിട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കടം മേടിച്ച് ലോൺ എടുത്ത് അങ്ങനെയൊന്നും ചെയ്തില്ല. ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് സേവിങ്സ് സത്യം പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും പകുതി എടുത്തിട്ടാണ് ഞാൻ ആ ആദ്യത്തെ 10 സാരി മേടിച്ചത്. ആ 10 സാരിക്ക് ഞാൻ വളരെ ചെറിയൊരു മാർജിൻ ഇട്ടു. എനിക്ക് ഇപ്പം ഞാനായിരുന്നെങ്കിൽ ഈ മാർജിനിൽ ഈ സാരി എനിക്ക് ഓക്കെ ആണ് എന്ന് എനിക്ക് തോന്നിയ മാർജിനാണ് ഞാൻ അന്ന് ആ സാരിക്ക് ഇട്ടു. ഐ ഗോട്ട് ഹെൽപ്പ് ഫ്രം മൈ ഫ്രണ്ട്സ് ഇൻ ടേക്കിംഗ് ദ പിക്ചേഴ്സ്
എനിക്ക് ഫ്രണ്ട്സ്, മൈ ബ്രദർ ഹീസ് എ ഫോട്ടോഗ്രാഫർ, അവനാണ് എനിക്കിതിൻ്റെ ഫോട്ടോസൊക്കെ ആദ്യം എടുത്തു തരുന്നത്. പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്തു ഞങ്ങൾ. എന്നിട്ട് 1 by 1 ഞാൻ തന്നെ ഇത് ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങി ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇനിഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഡോണ്ട് തിങ്ക് അബൌട്ട് ഹ്യൂജ് തിങ്സ് റൈറ്റ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ഇത് ഭയങ്കര വലിയ ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫോണിൽ എടുക്കണ ഒരു ഫോട്ടോ എടുത്താലും ഇട്ടിട്ട് സ്ലോലി ലെറ്റ് ദ ബേബി ഗ്രോ. ബട്ട് ഇൻവെസ്റ്റ് യുവർ ടൈം മോർ ദാൻ ദ മണി. നമ്മൾ എന്തോരം നമ്മുടെ ടൈം ആൻഡ് പാഷൻ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മളിപ്പോൾ പ്രോഫിറ്റ് വരും എന്ന് പറഞ്ഞിരിക്കരുത്. ഇറ്റ് ടേക്സ് ടൈം, പേഷ്യൻസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് പാഷൻ ഓൺ വാട്ട് യു ഡു ഇസ് ദ കീ. എനിക്ക് ഓർമ്മയുണ്ട് ആരും ഒരു വെള്ള ടീഷർട്ട് ഇട്ടിട്ട് ഒരു റീൽ ചെയ്യുന്നത്, കണ്ണിൻ്റെ കീഴെല്ലാം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം കാണുന്നുണ്ട്, യു കംപ്ലീറ്റ്ലി പെയിൽ, ഭയങ്കര കുറേ ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് മുഖം കണ്ടാൽ അറിയാം. ഐ എം വെരി ഹാപ്പിലി എക്സ്പ്ലെയിനിങ് ഓൾ ദീസ് പ്രോഡക്ട്സ്. അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഇന്ന് ആ സ്റ്റോർ തുറക്കുമ്പോൾ ആ മുഖത്ത് കാണുന്നത്. ഓൺ ദാറ്റ് നോട്ട് നമുക്കൊരു ഗെയിം കളിക്കാം. ഓ യെസ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക. I go for the yellow. This one. Simplicity is key. Okay. What do you have to say to that? അതിൽ എഗ്രി ചെയ്യുന്നുണ്ടോ? Very much. Very much. Simplicity is the key. എനിക്ക് ഇതെവിടെ അപ്ലൈ ചെയ്യുന്നേ? ഇല്ല, this phrase completely explains me എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സിമ്പിൾ കാര്യം ഞാൻ പറയാം. I don't like seeing myself in makeup. എനിക്ക് മേക്കപ്പ് ഇഷ്ടമല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. അങ്ങനെ എന്റെ കാര്യം പറയണം. വേറെ ഒരാൾ മേക്കപ്പ് ചെയ്യണതല്ല. എനിക്ക് മേക്കപ്പ് ഇട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഞാൻ വേറെ ആരെയോ പോലെ ഇരിക്കണു എന്നൊക്കെ പോലെ തോന്നും. ഐ എം സമ്മൺ ഹു ഡസന്റ് ലൈക്ക് മേക്കപ്പ്. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് വന്ന് ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, വലിയ സാരിക്കടയുടെ ആളൊക്കെ അല്ലേ, സാരി എടുത്ത് കാണാറേ ഇല്ലല്ലോ എന്ന്. സാരി എനിക്കിഷ്ടമാണ്, എനിക്ക് സാരീസ് കാണാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ഫീലിംഗ് ദ ഫാബ്രിക്, ഐ ലൈക്ക് സീയിങ് സാരിയൊക്കെ ഫുൾ തുറന്ന് കാണുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ സാരി ഉടുക്കുന്ന വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു ജീൻസും ഒരു ലൂസ് ടീഷർട്ടും. ഇതൊക്കെയാണ്. ഐ ഫീൽ ലൈക്ക് ഇതൊക്കെ. അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് ഇത് വലിയ സിംപ്ലിസിറ്റി ആണെന്നല്ല ഞാൻ പറഞ്ഞു, ബട്ട് കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് അങ്ങനത്തെ ഒരു. സോ എനിക്ക് ഐ ഫീൽ ദിസ് ഫ്രേസ് ടോട്ടലി ഡിസ്ക്രൈബ്സ് മീ എന്നുള്ളതാണ്. സിംപ്ലിസിറ്റി ഈസ് ദ കീ. ആൻഡ് അതർ തിങ് ദാറ്റ് ഡിസ്ക്രൈബ്സ് യു ഇസ് ഓൾസോ, എനിക്ക് തോന്നുന്നു ഒരു പബ്ലിക് ഫിഗർ എത്ര ഓപ്പണായി സംസാരിക്കാമോ, എക്സാക്ട്ലി അത്രയും ഓപ്പൺ ആണ് ആര്യ. ഞാൻ ആര്യ ഇത് പറയുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നും കൂടിയാണ്. അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഞാൻ ആര്യയുടെ ബാക്കിയുള്ള ഇൻ്റർവ്യൂസ് കാണുമ്പോഴും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ ആരെങ്കിലും ചോദിച്ചാൽ അത് സത്യമായിട്ടും അത് അതായിട്ട് തന്നെ പറയണ ഒരു ശീലവും കൂടിയുണ്ട്. എപ്പോഴെങ്കിലും മാറ്റി പിടിക്കണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടോ? ഇത് എന്നോട് എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. വൈ ആർ യു സോ ഓപ്പൺ, ആർ യു നോട്ട് സ്കെയർഡ്? എല്ലാരും ചോദിക്കണ ഇതാണ്. സ്കെയർഡ്, പേടിയില്ലേ? ഇമേജ് കോൺഷ്യസ് ആവുന്നില്ല? ഇമേജ് കോൺഷ്യസ്, ലൈക്ക് ഇമേജ് കോൺഷ്യസ് ആവുന്നില്ല. യു ആർ എ പബ്ലിക് ഫിഗർ, you are sitting in front of a camera and you're talking about your failed relationships also, where you can also be judged എന്നുള്ളത്. പക്ഷെ ചേച്ചി, there is this other side where I speak about my broken heart or situations that I have been through. ഇതൊക്കെ ഞാൻ സംസാരിച്ച് I was even weird enough to sit and cry. കരഞ്ഞിട്ട് വരെ എക്സാക്ട്ലി. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന, there might be a bunch of people who would probably judge me, that's okay, but there are also people who connect with my situation, and അവർ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അതായത് ചേച്ചി, സംവെയർ ഐ സോ മൈസെൽഫ് ഇൻ യു ആൻഡ് സംവെയർ വിത്തൗട്ട് യു നോയിങ് യു ഹാവ് ഇൻസ്പയർഡ് മീ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. പ്രോബബ്ലി ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കാം
എനിക്കത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നുന്നില്ല. ബിക്കോസ് there are people who connect with me. There are people who have been through my same situation. And ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആവുക, എല്ലാവരും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം. പിന്നെ വെൻ ഐ ടോക്ക് അബൌട്ട് കാഞ്ചീവരം ഒക്കെ ആൾക്കാർ വന്നിട്ട് പറയും, ചേച്ചി വാട്ട് യു സ്പോക്ക് ഇറ്റ്സ് ട്രൂ, ഐ ഫീൽ ലൈക്ക് ഡൂയിങ് സംതിങ് നൗ എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ഓക്കെ, അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ഇൻഫ്ലുവൻസ്ഡ് വൺ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇറ്റ്സ് നോട്ട് സ്റ്റോപ്പിംഗ് മീ. ആൻഡ് ഐ ഡോണ്ട് കെയർ വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് മീ. എന്നെ അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ അറിയുന്നവർ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അല്ലാത്ത പക്ഷെ ഇറ്റ്സ് ഫൈൻ. ടാക്കിൾ ഇറ്റ് ഡിഫറെന്റ്ലി. എന്താണ് ടാക്കിൾ ഇറ്റ് ഡിഫറെന്റ്ലി ചെയ്തിരിക്കുന്നത്? ഐ തിങ്ക് ഇത് ഡിഫറെന്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ടു ആൻ എക്സ്റ്റെന്റ് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഫിഗർ ആണ്, നമ്മൾ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ വി ഗെറ്റ് ക്രിട്ടിസൈസ്ഡ്. ചില ക്രിറ്റിസിസംസ് ലാംഗ്വേജ് ഇസ് ഫൈൻ, ചില ലാംഗ്വേജസ് നമുക്ക് ഭയങ്കര മോശമാണ്. അപ്പൊ നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ. ഐ മീൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു നോട്ട് റിയാക്ട്. നമ്മളെ അറിയാത്ത ഒരാൾക്കാർ നമ്മളെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ നൗ ഇപ്പോ ഇത് യൂസ്ഡ് ആയി പോയത് കൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല, I have learned to ignore. And ആ ഇഗ്നോർ ചെയ്യുന്ന സാധനം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സാധനം വന്നിട്ട് അതിനെ ഇഗ്നോർ ചെയ്ത് കളയാന്ന് പറയുമ്പം അത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇവരിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താ റിയാക്ട് ചെയ്യാത്ത, എന്താ റിയാക്ട് ചെയ്യുക, ചൊറിയുക. ബട്ട് നമ്മളത് ചെയ്യുന്നില്ല. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ വേ. അപ്പം അത് ചെയ്യാതിരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അതിൻ്റെ ഒരു എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നു. ഇപ്പം എൻ്റെ ഫോട്ടോൻ്റെ താഴെയോ അല്ലെങ്കിൽ വീഡിയോസിൻ്റെ താഴെയൊക്കെ വരുന്ന കമൻസിനൊക്കെ ഞാൻ ഇരുന്ന് റിപ്ലൈ ചെയ്യുമായിരുന്നു. തിരിച്ച് ഞാൻ നല്ല അടിപൊളിയായിട്ട് എനിക്ക് മനസ്സിൽ വരുന്ന റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. എന്തൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അത് പിന്നെ റിയലൈസ് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തിനാണ് പിന്നെ അത് അവിടെ ഒരു ഹോൾ കോൺവെർസേഷൻ ആയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ നോക്കുമ്പോൾ അയാൾ അടുത്ത അതിന് കമന്റിന് റിപ്ലൈ വരും, പിന്നെ അത് കമന്റിന് വേറെ റിപ്ലൈ വരും, പിന്നെ അതിന് ഞാൻ റിപ്ലൈ കൊടുക്കണം. Then I thought, what is this? It's a waste of time. Then I stopped. And when I stopped, ഇതിന്റെ ഒരു നമ്പർ വരുന്നത് വളരെ 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 കുറഞ്ഞു തുടങ്ങി. ആൻഡ് ടോക്സിസിറ്റിയും കുറയും. ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ ഡേ. അത് അഗൈൻ ഡിഫറെന്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ തിങ്ക് that worked. You are loved. Of course I am. You know, I always feel that, okay, food, clothing, shelter പോലെ തന്നെ മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും വേണ്ട സാധനമാണ് ലവ്. അതില്ലാതെ ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാം. It is very difficult. Very difficult. And yeah, when you get this card, it means a lot. You are loved. I am loved. You know, എല്ലാവരും പറയും ഈ കാലത്ത് എല്ലാവരും കല്യാണം, വിവാഹ ജീവിതം ഇത് വേണ്ട, സിംഗിൾഹുഡിലേക്ക് തിരിയുന്ന കുറേ പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ. And you are running in the exact opposite side. I know. അത് എവിടെ നിന്നാണ് വരുന്നത്? That decision is coming from a place of self-awareness. എവിടെ നിന്നാണ് വരുന്നത്? Definitely yes. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ചേച്ചി. ഇപ്പം there are very strong women. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള തന്നെ പല ആൾക്കാരും ഈ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയും, why do a woman need a man to survive? ഒറ്റയ്ക്ക് പറ്റും. ശരിയാണ്, ഒറ്റയ്ക്ക് എനിക്കും പറ്റും, ഇല്ല എന്നല്ല. ഐ ഫീൽ ഇറ്റ്സ് എവറിബഡീസ് പേഴ്സണൽ ഒരു സാധനമാണത്. പേഴ്സണൽ ചോയ്സ് ആണ് വെദർ യു വോണ്ട് ടു ബി ഇൻ എ കമ്പാനിയൻഷിപ്പ് ഓർ യു ജസ്റ്റ് വോണ്ട് ടു ലിവ് യുവർ ലൈഫ് ഫുള്ളി ഒറ്റയ്ക്ക് എന്നുള്ളത്. നൗ എൻ്റെ കാര്യത്തിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ബിക്കോസ് ഞാൻ അത് തുടക്കത്തിൽ ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞു, ഐ എം എ വെരി ഇമോഷണൽ പേഴ്സൺ. എൻ്റെ EQ ഇസ് ടു ഹൈ. ഇമോഷണൽ കോഷ്യൻ്റ് ഭയങ്കര ജാസ്തിയാണ്. ഞാൻ ബ്രേക്ക് ആവുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവുമ്പോഴാണെങ്കിലും ഒക്കെ ഐ ഫീൽ ഗുഡ് വെൻ ഐ ഹാവ് സംബഡി ടു ഷെയർ ഇറ്റ് വിത്ത്. അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഫോർ എ ലൈഫ് ടൈം ഒരാളാണെങ്കിൽ അതല്ലേ നല്ലത്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് way to do it. If I have seen my parents and Achanammeem, so there are so many examples right in front of me.
എൻ്റെ അച്ഛനമ്മ ഉണ്ട്. അതുപോലെ ഞാൻ കണ്ട് വളർന്ന എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫാമിലീസ്, കപ്പിൾസ് ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഐ ഹാവ് സീൻ മൈ ഫ്രണ്ട്സ് ഹു ആർ ലൈക്ക് റിയലി, ചില എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ മാരിഡ് ആണെന്ന് പോലും തോന്നില്ല. 2 ബെസ്റ്റ് ഫ്രണ്ട്സ് കുറെ കാലമായിട്ട് ഒന്നിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദേ ഡോണ്ട് ഫൈറ്റ്. പക്ഷെ എന്നാലും എത്രയൊക്കെ ഫൈറ്റ് ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ തിരിച്ച് അവരുടെ അടുത്ത് തന്നെ വരും ഫോർ ഈച്ച് അതർ. സോ അതൊക്കെ ഇറ്റ്സ് നൈസ്, ഇറ്റ് ഫീൽസ് ഗുഡ് ടു ഷെയർ ദ ഹോൾ ലൈഫ് വിത്ത് സംവൺ. ആ ഒരു സാധനം ചിലപ്പോൾ കാണുന്നോണ്ടായിരിക്കും, ഞാൻ ചുറ്റും കാണുന്നോണ്ടായിരിക്കും എനിക്കും എനിക്കത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം അതിൻ്റെ പുറത്താണ്. But I'm in a very happy space right now. So congratulations. I wish you and Sibin all the very best. Thank you so much. മോൾക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. Thank you for coming on to the show. നമ്മുടെ ഒരു ചിന്ന ഗിഫ്റ്റ് തേങ്ങ കോക്കോ എന്നുള്ളൊരു ബ്രാൻഡിൽ നിന്നാണ്. ഇത് ഡിസ്കാർഡഡ് കോക്കനട്ട് ഷെൽസ് നിന്ന് ഉണ്ടാക്കുന്ന കട്ട്ലറിയാണ്, അതായത് യൂസ് ചെയ്യാൻ പറ്റുന്ന കട്ട്ലറിയാണ്. This is such a beautiful gift and perfect timing ആണ് ഈ ഗിഫ്റ്റിന്, because we are shifting to a new place. അപ്പോൾ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിന്റെ കൂടെ ഇതും കൂടി. Yes, thank you. Thank you so much, Arya. Thank you.